ഹലോ കൂട്ടുകാരെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേബിളും ഇരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന ഫലമാണ് കേട്ടോ ഇരിക്കുന്നത് ചക്ക. ഇവിടുത്തെ വില അനുസരിച്ച് 11.46 റിയാലാണ്ട് ഇതിൻ്റെ വില. 260 രൂപ ഒരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ചക്ക സീസണിലാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോകുന്നത്. കാരണം ചക്ക സീസൺ കഴിയുമ്പോൾ നാട്ടിലേക്ക് എത്തണ കാരണം ഇതിലൊക്കെ വെള്ളം കയറി ഈ പ്രാവശ്യം ചക്ക കിട്ടില്ല എന്ന് തുടർന്നിട്ട് ഞാൻ ഇവിടെ ചക്ക കാശ് കൊടുത്ത് മേടിച്ച് തിന്നാന്നുള്ള തീരുമാനത്തിലെത്തിയത്. നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ, വെറുതെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വിചാരം ഇതിനൊന്നും വിലയില്ല എന്നിട്ടോ. പക്ഷേ പുറത്തൊക്കെ പോകുമ്പോഴായിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവും. നല്ല റേറ്റ് ആണ് ഇതൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനേ. അതുപോലെ തന്നെ പച്ചച്ചക്കയ്ക്കും നല്ല റേറ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ ഞാൻ ചക്ക മേടിക്കാൻ നിന്നാൽ അപ്പോൾ പച്ചച്ചക്കയായിരുന്നു പറയുമ്പോൾ പഴുത്തിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 25-26 റിയാലൊക്കെ വില ഉണ്ടായിരുന്ന കാരണം ഞാൻ ആ മോഹം ഉപേക്ഷിച്ചു. പിന്നെയാണ് എനിക്ക് ലുലുവിൽ പോയപ്പോൾ നല്ല പഴുത്ത ചക്ക കിട്ടിയത്. ചക്ക എന്ന് പറഞ്ഞപ്പോൾ നല്ല തേൻ വരിക്ക ചക്ക തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ചക്ക ഒരിക്കലും മിസ് ചെയ്യാൻ കൂട്ടാക്കിയില്ല, ഞാൻ മേടിക്കുക തന്നെ ചെയ്തു കേട്ടോ. ഏട്ടനോട് സമ്മതിച്ചൊന്നുമില്ല, ചക്ക കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കൊന്നും വേണ്ടതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലേ ഏട്ടൻ എനിക്ക് ചക്കയൊക്കെ മേടിച്ചൊന്നു കിട്ടാം. ചക്ക എന്ന് പറയുന്നൊരു വികാരം തന്നെയാട്ടോ. എൻ്റെ വീട്ടിലൊരു പ്ലാവും അതുപോലെ തന്നെ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലൊരു 7 പ്ലാവും ഉണ്ട്. അതെന്നെ ഡിഫറെൻറ്റ് ചക്കകൾ എനിക്ക് ഒരു സീസണിൽ കിട്ടാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പ്ലാവ് കായ്ച്ചു തുടങ്ങിയിട്ട് ഒരു 11 കൊല്ലം ആയിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ കൊല്ലങ്ങളിലൊക്കെ പ്ലാവ് 1 ചക്ക അതുപോലെ 2 ചക്ക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പ്ലാവും മാവും അടുത്ത് നിൽക്കണോണ്ടെന്ന് അറിയില്ല, മാങ്ങ പഴുത്ത് വീണപ്പോൾ തരുന്നിട്ട് ചക്ക പഴുത്ത് കഴിഞ്ഞ് തനിയെ താഴത്തേക്ക് വീണു. 2-3 കൊല്ലമൊക്കെ വീണു. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയല്ല, പ്ലാവ് തന്നെ വിചാരിച്ചു ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാവുന്നുണ്ട്, ഇവരെന്നെ തോട്ടി വെച്ച് കിട്ടണം എന്നൊക്കെ. ഞാൻ പ്ലാവുമ്മ കയറി ചക്കറിന വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. എൻ്റെ ചാനലിൽ പലവരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്താലായിട്ട് എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാനുള്ളൊരു സപ്പോർട്ട് നിങ്ങൾ തരണം കേട്ടോ. പിന്നെ നമ്മൾ ചക്കച്ചോളൊക്കെ പറിച്ചു വെച്ചുട്ടോ. എൻ്റെ അമ്മ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, മക്കളെ ഭക്ഷണം പാകം ചെയ്യണം എൻ്റെ അപ്പം തന്നെ എടുത്ത് കഴിക്കരുന്ന് പറയാറുണ്ട് കേട്ടോ. പല കാര്യങ്ങളും എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിലും എനിക്ക് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ചക്ക നന്നാക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞതിന് ശേഷം പാത്രത്തിൽ ഞാൻ അടക്കി വെക്കാറുള്ളൂ. അങ്ങനെ മക്കൾക്കൊക്കെ ചക്ക കൊടുത്തുട്ടാ. ഈ സീസണിലെ ചക്ക നമ്മൾ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. ഇവനെ അങ്ങനെ ചക്ക ഇഷ്ടമൊന്നുമില്ല, എന്നാലും അവൻ ചക്ക കഴിച്ചുട്ടാ. വീഡിയോ എടുക്കണോണ്ടോന്നും എനിക്കറിയില്ല. പിന്നെ ഏട്ടനും കൊടുത്തുട്ടാ. ഏട്ടൻ മുന്നിട്ട് മതിയെന്ന്. പക്ഷെ എന്നാലും ഞാൻ 2-3 കഷ്ണമൊക്കെ എല്ലാവരും വായിലും കൊടുത്തു. സീസണിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ടും ഞാൻ മക്കൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ചക്ക മേടിച്ചാൽ നമുക്ക് 2 കാര്യം, ചക്കക്കുരും കിട്ടും. അങ്ങനെ ഞാൻ 2 കെട്ട് ചീരയും മേടിച്ചു കിട്ടാം. നമുക്ക് ഉപ്പേരിയും വയ്ക്കാമല്ലോ. അതാണ് എൻ്റെ വിശേഷം. താങ്ക്